Hello, hi, good evening once again. Welcome back. Canadian ഇമിഗ്രേഷനിൽ ചില ഓപ്ഷൻസ്, അതായത് കാര്യങ്ങളൊക്കെ ഒത്തിരി റിസ്ട്രിക്റ്റഡ് ആണ്. പഴയതുപോലെ തന്നെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻ ഡോർസ് എല്ലാം ക്ലോസ്ഡ് ആണ്. ആൾക്കാർ എങ്ങനെയൊക്കെ വിൻഡോസ് എന്താ പറയണ്ടേ, ജനൽ വഴിയൊക്കെ ചാടിക്കടന്ന് വേലി ചാടിക്കടന്നൊക്കെ അകത്തോട്ട് ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് എക്സ്പോസ്ഡ് അല്ലാത്ത ഒന്ന് രണ്ട് വർക്ക് പെർമിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇതുവരെ ഈ കഴിഞ്ഞ ഒരു 10-18 മാസം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഞാനതിനെപ്പറ്റി സത്യം പറഞ്ഞ് ചിന്തിച്ചിട്ടില്ല. ബട്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ വർക്ക് പെർമിറ്റിനെ പറ്റി കൂടി വിശദമായിട്ട് പറഞ്ഞുതരാൻ നോക്കാം. അത് ഈ പറഞ്ഞ പോലെ ഈ കേൾക്കുന്ന എല്ലാവർക്കും ഇതൊന്നും ചിലപ്പോൾ നടക്കുന്ന കാര്യമാണെന്നില്ല. ബട്ട് again, as I say always, maybe someone in your friend circle or someone നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ ചിലവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. മാത്രമല്ല ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം വരെ കാണുക. കാരണം ഈ പ്രോഗ്രാം ഇറ്റ്സ് വളരെ കോംപ്ലക്സ് ആയിട്ടും വളരെ അധികം ആൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വർക്ക് പെർമിറ്റാണ്. അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പലരുടെയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വർക്ക് പെർമിറ്റ് എക്സ്പയറായി വരുന്ന ഒരു സമയത്ത് എക്സ്പയർ ആകാനിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് അവർക്കൊന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. C50 C51 എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും പറഞ്ഞതല്ല. അതിൽ എംപ്ലോയർ എലിജിബിലിറ്റി ഉണ്ട്, എംപ്ലോയി എലിജിബിലിറ്റി ഉണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ C50 മുമ്പ് C50 C51 ഒന്നായിരുന്നു. ഈ C50 എന്ന് പറയുമ്പോഴത്തേക്ക് റിലീജിയസ് വർക്കേഴ്സിനുള്ളതാണ്. അതായത് ഡയറക്റ്റ്ലി റിലീജിയസ് വർക്കേഴ്സ്, ഫോർ എക്സാമ്പിൾ പാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഹിന്ദു ടെമ്പിൾ പണ്ഡിറ്റ്സ്, മുസ്ലിം ഇമാംസ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു റോള് അമ്പലത്തിലായാലും പള്ളികളിലായാലും പ്ലേ ചെയ്യുന്ന ആൾക്കാർ, അവർ ഡെഫിനറ്റ്ലി അതിൻ്റെതായ ഫീൽഡിൽ അവർക്ക് എക്സ്പീരിയൻസ് കാണും, അതിൻ്റെ ഫീൽഡ് നോളജ് കാണും. അവർക്ക് ഉള്ള വർക്ക് പെർമിറ്റാണ് ഈ C50 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് ഇസ് നോട്ട് C50, C51. C51 ഇൻ ദ പാസ്റ്റ് ആക്ച്വലി എവറിത്തിങ് വാസ് C50. അപ്പോൾ ഈ C51 ഇപ്പോൾ ഇവർ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നതിൻ്റെ കാരണം ഒരു 3-4 ഏരിയകൾ, അതായത് പ്രത്യേകിച്ച് കാനഡക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്ന കാനഡൻ്റെ സോഷ്യൽ എക്കോണമിക്കൽ, പിന്നെ ഒരു എന്താ പറയണ്ട യൂത്ത് എംപവർമെൻറ്റ്, പിന്നെ ഹൈലി ഒരു പിന്നെ വൾണറബിൾ ആയിട്ടുള്ള ചില സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഏരിയകളിൽ കാനഡയിൽ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇപ്പോൾ ഈ കനേഡിയൻ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നടത്തുന്ന കമ്പനികളിൽ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വർക്ക് പെർമിറ്റ് കനേഡിയൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു 3-4 ഏരിയകൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുകൂടി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു 4 ഏരിയാസ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു കാനഡ. അത് ഒന്ന്, നമ്മുടെ കാനഡയിലുള്ള ഏതെങ്കിലും ഒരു പവർട്ടി സെഗ്മെൻറ്റിൽ എന്തൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ പറഞ്ഞ ഒരു ഓർഗനൈസേഷന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതുമായിട്ട് ഡയറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞ വർക്ക് പെർമിറ്റ് ആപ്ലിക്കബിൾ. ബട്ട് അതിന് ആ പറഞ്ഞ സ്ഥാപനം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഓർഗനൈസേഷൻ മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് CRA ആസ് ആൻ ഇൻകോർപ്പറേഷൻ, and it's like a non-profit organization which is only involved in the betterment of the Canadian society. അത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞൊരു 3-4 ഏരിയ ഞാൻ പറഞ്ഞു. ഒന്ന് പവേർട്ടി എറഡിക്കേഷൻ. അതിൽ പവേർട്ടി ഏരിയകളിൽ ഇപ്പം പിന്നെ ഫാസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫുഡായാലും ഷെൽട്ടറായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സ്കിൽസ്, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ നീഡ്സുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ജോബ് വേണം, അതിനുള്ള ട്രെയിനിങ് ആയിക്കോട്ടെ. അതല്ലെങ്കിൽ പിന്നെ ഡിസബിലിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ചില രീതിയിലുള്ള ജോബ്സോ കാര്യങ്ങളോ എഡ്യൂക്കേഷനോ ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനികൾ. അതായത് ഈ ഏതെങ്കിലും രീതിയിൽ സൊസൈറ്റിയിലുള്ള ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഈ ടൈപ്പിലുള്ള ബിസിനസ്സുകളൊക്കെ കാനഡൻ്റെ സൊസൈറ്റിക്കും കാനഡൻ്റെ എക്കോണമിക്കൊക്കെ ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആയിരിക്കാം. ഇവരെല്ലാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കാം. ദേ ഓൾ ഫാളിങ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് ആ ഒരു ചാരിറ്റി എന്ന് പറയുന്ന നമ്പറിൽ അതിൽ ഇവരൊക്കെ വരും.
കൂടെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ യൂത്ത് എംപവർമെൻറ്റ് അതിപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഡ്രഗ്സിലോട്ടും മറ്റേ അഡിക്ഷനിലോട്ടും മറ്റേ ക്രൈമിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവരെ റിഹാബ് ചെയ്ത് ഇവരെ പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് അവരെ മെൻ്റൽ ഹെൽത്ത് കൗൺസിലിങ്ങും മറ്റുള്ള എല്ലാം കൊടുത്ത് അവരെ ഒരു പ്രോപ്പറായ വഴിക്ക് കൊണ്ടുവരാൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് കാനഡയിൽ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചില ക്ലയൻസൊക്കെ പിന്നെ നമ്മൾ മലയാളി കുട്ടികൾ തന്നെ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അവരെ ചില ഓർഗനൈസേഷൻസൊക്കെ ഇതുപോലെ ഇടപെട്ടിട്ട് അവരുടെ പല കാര്യങ്ങളിലും അവർ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പിന്നെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓർഗനൈസേഷൻസിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പേഴ്സണൽ സപ്പോർട്ട് വർക്കേഴ്സ് വേണ്ടി വരും, സോഷ്യൽ വർക്കർ വേണ്ടി വരും, മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ വേണ്ടി വരും, റിഹാബ് കൺസൾട്ടൻസ് വേണ്ടി വരും, നേഴ്സസ് വേണ്ടി വരും, സീനിയർ കെയർ ആയിട്ടുള്ള ആൾക്കാർ വേണ്ടി വരും, കുക്ക് വേണ്ടി വരും, ഫുഡ് കുക്ക് ചെയ്യുന്നവരും ഫുഡ് സെർവ് ചെയ്യുന്നവർ വേണ്ടി വരും. പിന്നെ അവർ അബ്യൂസ്ഡ് ആയിട്ടുള്ള വിമൻസിനുള്ള ഷെൽട്ടർ ആയിരിക്കാം, അബ്യൂസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനുള്ള പിന്നെ ഫെസിലിറ്റീസ് ആയിരിക്കാം. ഇങ്ങനെ പല പല ഏരിയകളിലും ഏതൊക്കെ രീതിയിൽ ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ഒരു വൾണറബിൾ ആയിട്ടുള്ള സെക്ടറിൽ ഓഫ് കനേഡിയൻ സൊസൈറ്റിക്ക് പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ടോ സപ്പോർട്ടോ ചെയ്യുന്ന ഏതൊരു ബിസിനസ് സ്ഥാപനവും ആ ഒരു എംപ്ലോയർ ഇതിന് എലിജിബിളാണ്. ആ എംപ്ലോയർക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ പിന്നെ ഫ്രാങ്കോഫോണൊക്കെ മാതിരി അവർ എംപ്ലോയർ ജോബ് ഓഫർ എംപ്ലോയർ പോർട്ടൽ വഴി ക്രിയേറ്റ് ചെയ്യണം. അത് വളരെ ക്ലിയറായിട്ട് അതിൽ വേജ് കൊടുക്കുന്നുണ്ടോ, എന്താണ് ഇവരുടെ റോള്, എന്താണ് ഡ്യൂട്ടി, എന്താണ് നോ കോഡ്, എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഒരു പ്രോപ്പർ ജോബ് ഓഫർ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീസോ കാര്യമൊക്കെ ഒരു $230 എംപ്ലോയർ കംപ്ലയൻസ് ഫീസൊക്കെ കൊടുത്ത് അവരുടെ ജോബ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു LMA എക്സംഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുക. ഈ എംപ്ലോയി ഡെഫിനറ്റ്ലി ഇദ്ദേഹം വരുന്ന ആരായാലും അവർക്ക് ആ സ്പെസിഫിക് ടാസ്കും ഡ്യൂട്ടിയും നോ കോഡും ജോബ് ടൈറ്റിലൊക്കെ അനുസരിച്ചുള്ള എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ലാംഗ്വേജ് സ്കില്ലും ഈവൻ മെഡിക്കൽ പോലും അതൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് പെർമിറ്റിന് ഒരു എംപ്ലോയർ എലിജിബിളാണോ ഒരു എംപ്ലോയി എലിജിബിളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒത്തിരി നമ്മുടെ മലയാളികൾ തന്നെ ഇഷ്ടംപോലെ ഈ ഡിസബിലിറ്റി സെൻറ്ററിലും മറ്റേ സ്പെഷ്യൽ നീഡ്സ് കെയറിലും മറ്റേ സീനിയർ കെയറിലും മറ്റേ ഷെൽട്ടർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും അറിയാത്തൊരു കാര്യമായിരിക്കും ഇത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ എംപ്ലോയർ കൂടി കോപ്പറേറ്റും എലിജിബിളൊക്കെ ആണെങ്കിൽ പലരും പ്രൊമോട്ട് ചെയ്യാത്ത, പലരും എക്സ്പ്ലെയിൻ ചെയ്യാതെ, പലരും പിന്നെ എക്സ്പോസ്ഡ് അല്ലാത്ത ഇങ്ങനെയുള്ള ചില പിന്നെ കുറുക്ക് വഴികൾ ഇന്നത്തെ ലൂപ്പ് ഹോൾസ് ഇന്നത്തെ കനേഡിയൻ ഇമിഗ്രേഷനിലുണ്ട്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്തായാലും നന്നായിരിക്കാം. ഇതൊക്കെ ഒരിക്കലും ഒരു ഈസി ആപ്ലിക്കേഷൻ ആണെന്നില്ല. എംപ്ലോയർ ഫിറ്റ് അല്ലെങ്കിലും എലിജിബിൾ അല്ലെങ്കിലും അത് വളരെ പ്രൊഫഷണലായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും റെഫ്യൂസ് ആകാൻ നല്ല സാധ്യതയുള്ളൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. എന്നാൽ ചില സമയത്ത് മിറാക്കുലസ് ആയിട്ട് നമ്മളുടെ കനഡയിൽ ഇന്നത്തെ ഒരുപാട് പേര് പ്രത്യേകിച്ച് ഈ പിന്നെ ഇങ്ങനെയുള്ള വൾണറബിൾ സെക്ടറിലും പിന്നെ പബ്ലിക് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നതും അതിന് നമ്മൾക്ക് സാധ്യതയുണ്ടെന്ന് അന്വേഷിക്കുന്നതും വളരെ ബുദ്ധിപരമായിരിക്കും. കനഡയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിന്ന് പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ. അതുപോലെ കൂടാതെ ഈ എക്സ്പ്രസ് എൻട്രിയിലും മറ്റൊക്കെ നമുക്കിത് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മറ്റൊക്കെ ആഡ് അപ്പോൾ കാരണം ബിക്കോസ് യു ആർ പെയ്ഡ്, കറക്റ്റ്, ഇറ്റ്സ് എ പെയ്ഡ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് യു മേ ബി ക്വാളിഫൈഡ് ഫോർ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആയിട്ട്. ഈ ഒരു വർക്ക് പെർമിറ്റിൻ്റെ വാലിഡിറ്റി ഈസ് 24 months വിച്ച് ഈസ് ടു ഗുഡ്. പിന്നെ 2 മേജർ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുമ്പോഴും കൺസൾട്ടേഷൻ ഫോൺ വഴിയൊക്കെ വരുന്ന എൻക്വയറിയാണ്. ഒണ്ടാരിയോ PNPയുടെ അപ്ഡേറ്റ്സ് എന്തായി, ഒണ്ടാരിയോ PNP വഴി നമ്മളിപ്പം അവർ കുറേ ഇതൊക്കെ ഈസി ആക്കിയിട്ടുണ്ടല്ലോ, പാസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, ഒണ്ടാരിയോ PNPയുടെ ഈ അപ്ഡേറ്റ്സും ചേഞ്ചസൊക്കെ കുറേ കൂടി ക്ലാരിറ്റി വരാനുണ്ട്. മാത്രമല്ല അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളി അപ്ഡേറ്റഡ് ഒക്കെ ആയിട്ട് അവർ UI ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു പിന്നെ പെർമിഷനും പിന്നെ പ്രൊവിഷനൊക്കെ അവിടെ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മേ ബി ഐ വിൽ ട്രൈ ടു മേക്ക് അനദർ വീഡിയോ ജസ്റ്റ് എക്സ്ക്ലൂസീവ് അബൌട്ട് OINP. പിന്നെ അതുപോലെ തന്നെ ഈ ഫെഡറൽ എക്സ്പ്രസ് എൻട്രിയിലും ചില ചേഞ്ചസ് വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു. നോ കോഡ് ബേസ്ഡോ ഹൈ വേജ് ബേസ്ഡോ അതല്ലെങ്കിൽ ഇൻ ഡിമാൻഡ് ജോബ്സ് ബേസ്ഡ് ഒക്കെ ആയിട്ട് ഒരുപാട് പിന്നെ അഡീഷണൽ പോയിന്റ് ക്രൈറ്റീരിയ മറ്റൊക്കെ വരുമെന്ന് പറയുന്നു. അതും അഗെയിൻ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ക്ലാരിറ്റി. എവറിത്തിങ് ഈസ് എക്സ്പെക്റ്റഡ് ബൈ നെക്സ്റ്റ് മന്ത്. സോ ഹോപ്പ്ഫുള്ളി യു ക്യാൻ എക്സ്പെക്ട് അനദർ വീഡിയോ പ്രോബ്ലി സം ടൈം mid-August of this year. I mean next month. ഓക്കെ. ഒരു വേറെ അപ്ഡേറ്റ് എനിക്ക് പറയാനുള്ളത് ഈ റെഫ്യൂജി പ്രൊട്ടക്ഷൻ ക്ലെയിമിൽ നിങ്ങൾക്കറിയാം ബിൽ C-12 2026 മാർച്ച് വന്നതിന് ശേഷം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ അവർ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ കൂടി ഇന്നെലിജിബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലെറ്റർ അയക്കുന്നത്. ബട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. വർക്ക് പെർമിറ്റ് കിട്ടി നിങ്ങൾ കനഡയിൽ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അവർ CBSA ഇൻ്റർവ്യൂവിന് വിളിക്കും.
നിങ്ങൾ എന്ന് കാനഡയിൽ നിന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു കൺസൾട്ടൻറ്റ് ലോയറൊക്കെ പോയി കണ്ട് ഒരു PRR ആപ്ലിക്കേഷനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. അതിലൂടെ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് സമയം കിട്ടും, വർക്ക് പെർമിറ്റും വെച്ച് ജോലി ചെയ്ത് പോകാം. മാത്രമല്ല PRR നാളെ ഇൻ കേസ് ഈവൻ ഇഫ് ഇറ്റ് ഗെറ്റ്സ് റെഫ്യൂസ് യു ഹാവ് എൻ ഓപ്ഷൻ ഓഫ് ഗോയിങ് ഫോർ അപ്പീൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പീൽ മീൻസ് JR ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഗിവ് അപ്പ് ചെയ്യാത്ത കാനഡയുടെ അകത്ത് തന്നെ നിങ്ങൾക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇവിടെ വളരെ ഡിസ്പറേറ്റായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമ്മളെയൊക്കെ വിളിച്ച് നമ്മളൊക്കെ ഉള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് മറ്റൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് എവരി വൺ എൽസ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു, ബൈ.